ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു എപ്പിസോഡ് നോക്കുമ്പോൾ തന്നെ രൂപേനായിട്ട് കാണിക്കുന്ന രൂപ ചന്ദ്രൻസനോട് പറയണ്ടേ, എന്നാലും എന്റെ ചന്ദ്രേട്ടാ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ആ ജെറി ജോൺ എന്ന് പറഞ്ഞിട്ട് വന്ന ആ ഗംഗപ്രസാദിന് നമ്മൾ എത്ര നല്ല പയ്യനാണെന്നാ വിചാരിച്ചത്. ഹോ, ഈ അടുത്തൊന്നും നമ്മൾ ഇത്രയും നല്ല പയ്യനെ കണ്ടില്ലെന്നല്ലേ വിചാരിച്ചത്. കിരണിനെ രക്ഷിക്കുന്നു, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു, അവൻ തന്നെ നല്ല പിള്ളയായിട്ട് ചമനിട്ട് കിരണിനെ കല്യാണെടുത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളൊക്കെ അറിയുന്നു. ഹോ, എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? എന്റെ രൂപേ, അവനെ തമിഴ്നാട്ടിൽ നിന്ന് പല അടവുകളും പയറ്റിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവനിപ്പൊ സ്ഥലം മാറിപ്പോയി. അവനിപ്പൊ എന്തായാലും നമ്മൾ ആളറിയാണ്ട് കുറച്ച് വിശ്വസിച്ച് സ്നേഹിച്ചും പോയി. പക്ഷെ ഇപ്പൊ എന്തായാലും അവൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനി അവന്റെ അടവൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. ആ സമയത്ത് യാമിനി പറയണ്ട, എന്റെ സാറേ, എന്നാലും അവനെ സൂക്ഷിക്കണം. നോക്ക്, ആ വിക്രത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ ആ ബഗാസുരനെയും പോലെ അല്ലേ ഇവൻ കുറച്ച് അതാണ് ബുദ്ധിയും അതുപോലെ തന്നെ ശക്തി ഉള്ളവനാണ് എന്ന് യാമിനി പറയുമ്പോഴേക്കും ചന്ദ്രസേനൻ പറയണ്ട്, അത് യാമിനി പറഞ്ഞ ശരിയാണ്. വിക്രത്തിന്റെ അച്ഛനെയും പോലെയൊന്നും അല്ല ഇവൻ. പക്ഷെ എങ്കിലും ഇവനെ തളയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. എല്ലാരും തളയ്ക്കാൻ ഓരോരോ കാരണങ്ങളുണ്ട്. അതുപോലെ ഇവനെ തളച്ചിടാനും പറ്റും എന്ന് പറയുമ്പോ യാമിനി പറയണ്ടേ, എന്തിനാ സാറേ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇടപെടണത്? ആ കാർത്തികയുടെ അമ്മയുടെ കാര്യത്തിൽ ഇടപെടാതിരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോ രൂപ പറയണ്ട്. എന്നാലും കല്യാണിയുടെ ചേച്ചി നമുക്ക് അങ്ങനെ കൈവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ സേനം പറയുന്നുണ്ട്, അതെ, ഒരിക്കലും അവരെ കൈവിടാൻ പറ്റില്ല. കാരണം ഞങ്ങളുള്ള ഉറപ്പിലാണ് അവരിവിടെ ഉള്ളത്. അതുകൊണ്ട് അവരെ ഒരിക്കലും കൈവിടാൻ പറ്റില്ല. അവരെ മരണത്തിലേക്ക് പറഞ്ഞയക്കാനും പറ്റില്ല. ഇനി ഗംഗപ്രസാദ് അല്ല, അവൻ ആര് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. അവന് തമിഴ്നാട്ടിൽ ഒരുപാട് കളി കളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുപോലെയല്ല ഇത്. ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അവനെ കൊന്നെടുക്കും ഞാൻ. അതേ ചന്ദ്രേട്ട, അവനെ കൊല്ലണം. കൊന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ആ ബഗാസുവിന്റെ കൂടെയും ആ വിക്രത്തിന്റെ കൂടെ പ്രകാശിന്റെ കൂടെ കൂടിയിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെ, ആദ്യം തീർക്കേണ്ടത് ഇപ്പോ ജെറി ജോൺ എന്ന് പറഞ്ഞ ആ ഗംഗപ്രസാദൻ തന്നെയാണോ എന്ന് നമ്മുടെ ചന്ദ്രസേനു ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗംഗനെയാണ്. ഗംഗ പറയുന്നുണ്ട്, എന്നാലും അവരെല്ലാരും എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി സൂക്ഷിക്കണം. അവരെല്ലാവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും. എന്റെ ഗംഗേട്ട, അതല്ലേ ചേട്ടനോട് ഞാൻ പറഞ്ഞത്, ആ കല്യാണിനെ നിസ്സാരക്കാരിയായിട്ട് കാണണമെന്ന് വേണ്ട. അവള് പെണ്ണാണെങ്കിൽ ആണുങ്ങളുടെ കരുത്താ. അവള് ഒരു 2-3 വയസ്സ് മുതൽ പണിയെടുത്ത് തുടങ്ങിയതാ. അതുകൊണ്ട് ആണുങ്ങളുടെ കരുത്തിനേക്കാളും കരുത്താ അവളുടെ കൈക്കൊക്കെ എന്ന് പറയുമ്പോ, എടാ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ നോക്കിക്കോ, ആ കിരണിനെ കിടത്തിയ പോലെ തന്നെ ഞാൻ അവളെയും കിടത്തും. ആ കല്യാണിനെ മാത്രല്ല, കാർത്തികനും അവളുടെ അമ്മേനെ സഹായിക്കണത് ആരൊക്കെയാണോ അവരെയൊക്കെ ഞാൻ കിടത്തിയിരിക്കും. ചന്ദ്രസേനൻ ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ചന്ദ്രസേന ചേട്ടൻ സൂക്ഷിക്കേണ്ടത്. അയാളെ വിചാരിച്ച പോലെ ഒന്നല്ല, ആള് കുറച്ച് തരികിടയാണെന്ന് പറയുമ്പോ അതെനിക്ക് മനസ്സിലായി. അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഗംഗപ്രസാദ് പറയാണ്. ചേട്ടന്റെ കൂടെ എല്ലാ സഹായത്തിനും ഈ ഞാനുണ്ടാവും. എടാ, ഞാനേ ഇവിടുന്ന് എല്ലാം ശരിയാക്കിയിട്ട് പോണ സമയത്ത് എനിക്ക് കോടിക്കണക്കിന് രൂപയാണ് സ്വത്തുകൾ കിട്ടാൻ പോണത്. ആ സമയത്ത് ഞാൻ നിന്നെ കൈവിടില്ലടാ. നീ എന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് വാ. നിന്നെ പോലെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. നിനക്ക് ഒട്ടൊരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാടാ. നിനക്ക് നല്ല ജോലി, നല്ല സാലറി, നല്ല പണമൊക്കെ ഞാൻ തരാം. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് വിക്രത്തോട് പറയണം. അപ്പൊ വിക്രത്തിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെറി ജോൺ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കണ കല്യാണിനെയാണ്. കല്യാണി ഈ ജെറി ജോൺ ആദ്യമായിട്ട് കണ്ടതും ഇയാൾ ഹോസ്പിറ്റലിൽ വന്നതും സംസാരിച്ചതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കല്യാണി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ജെറി ജോണിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അയാൾ എത്ര വിദഗ്ധമായിട്ടാ കിരണേട്ടാ ഞങ്ങളെയൊക്കെ പറ്റിച്ചത്. അതെ, ഒരു ക്ലൂ പോലും നമുക്ക് കിട്ടിയില്ല. സാധാരണ നമ്മുടെ ശത്രുക്കളെയൊക്കെ നമ്മൾ തിരിച്ചറിയണതാണ്. പക്ഷെ ഇവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അത്രയ്ക്കും അവന് മുൻകൂട്ടി എല്ലാ കരുതലും കണ്ടുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാർത്തികനെ ആരൊക്കെയാണ് സഹായിക്കണമെന്നും കാർത്തികയുടെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്നോ അവളുടെ ശത്രുക്കൾ ആരാണെന്നോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ അവൻ വന്നത്. അതുകൊണ്ട് കാർത്തികനെ ഏറ്റവും കൂടുതൽ സഹായിക്കണത് ഞാനും നീയാണെന്ന് അവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ എന്നെ കിടത്താൻ നോക്കിയത്. എന്തായാലും അവൻ ഞാൻ കിടന്ന കിടപ്പിലാണെന്നുള്ള വിശ്വാസത്തിലാണ് അവൻ ഇപ്പൊ നിൽക്കണത്. അതുകൊണ്ടാ ഇപ്പൊ എന്നെ ഒന്നും ചെയ്യാൻ വരാത്തത്. പക്ഷെ കല്യാണി, നീ ശരിക്കും സൂക്ഷിക്കണം. ഇനി അവന്റെ ടാർഗറ്റ് നീയായിരിക്കും. അവൻ വരട്ടെ കിരണേട്ടാ, അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാട്ടോ. കിരൺ പറയുന്നുണ്ട്, കല്യാണി നീ ഇപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോ, കിരണേട്ടാ എനിക്ക് ഇപ്പൊ കാണേണ്ടത് അയാളെ, ആ രാഹുൽ എന്ന് പറഞ്ഞ ആളെ. കിടന്ന കിടപ്പിലാണെങ്കിലും അയാൾ ക്രൂരതകളൊന്നും വിടുന്നില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാ, അയാളും ആ വിക്രത്തിന്റെ അച്ഛനും അതുപോലെ തന്നെ ഈ ഗംഗപ്രസാദും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു. അയാളൊന്ന് ഞാൻ കാണട്ടെ, അപ്പുറത്ത് ആ രാഹുലിന് എന്ന് പറഞ്ഞിട്ട് കല്യാണി നേരെ രാഹുലിന്റെ അടുത്തേക്ക് പോവാട്ടോ. വാതിലെ മുട്ടുമ്പോ വാതിൽ തുറക്കണം നമ്മുടെ സരയുവാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ കിരണേട്ടൻ കിടക്കണ കിടപ്പ് കാണാൻ വേണ്ടി നീയും നിന്റെ അമ്മയും ഇടക്കിടക്ക് അങ്ങോട്ട് വരാറുള്ളത് ല്ലേ. അപ്പൊ നിന്റെ അച്ഛൻ കിടക്കണത് കാണാൻ വേണ്ടി ഞാനും ഇടക്ക് വരണ്ടേടി, അതല്ലൊരു മര്യാദ എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്ത് കയറുവാണ്. അത് നമ്മുടെ
സരയു ചോദിക്കണ്ട്, എന്നാലും നീ മറ്റവളെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഏതവളെ? ആ താരാന്ന് പറഞ്ഞവളെ. അവള് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുത്താൻ വേണ്ടി തീരുമാനിച്ചോ? അതെ, താര ആന്റി അവിടെ നിൽക്കണത് തന്നെയാ നല്ലത്. അവരെ ഉറപ്പിച്ചു കഴിഞ്ഞു നീയാണ് അവരുടെ മകൾ എന്നുള്ള സത്യം. അതുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ നിന്റെ മോളെ ഇടക്കിടക്ക് കാണാലോ. അതുകൊണ്ട് താരാന്റിനി എവിടെയും പോവില്ല, അവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാണ്. ഞാനേ നിന്റെ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ് കല്യാണി. അങ്ങനെ രാഹുലാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാഹുലിന്റെ അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട്. ആ നീയോ? നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് രാഹുൽ ചോദിക്കുമ്പോ കല്യാണി ഫോൺ എടുത്തിട്ട് ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിക്കാണ്. ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണുന്നതും രാഹുൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് പരിചയമൊന്നുമില്ല ഇവനാ. ഏതാ ഇവൻ എന്ന് ചോദിക്കാണ്. ഏതാ ഇവനെന്നോ? അത് നിങ്ങക്ക് ഒട്ടും പരിചയമില്ല അല്ലേ? എനിക്ക് പരിചയമൊന്നുമില്ല. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഞാൻ ആദ്യം ഇവന്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ നിങ്ങളൊന്ന് ഞെട്ടി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവന് നല്ല പരിചയമുണ്ടെന്ന്. അതെ, നിങ്ങളും ഇവനൊക്കെ കൂടി കളിക്കുന്ന കളിയുണ്ടല്ലോ, അതെ അവസാനിക്കാൻ സമയേ. അത് പറയാൻ വേണ്ട ഞാൻ വന്നത്. നിങ്ങൾ ഈ കിടന്ന കിടപ്പാണെങ്കിൽ നിങ്ങളുടെ ക്രൂരതകൾക്കൊന്നും ഒരു കുറവില്ലല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാണ്. ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവൻ വീട്ടിലേക്ക് പോയിരുന്നു. അത് നിങ്ങൾ ഒത്താശയോട് കൂടി തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനേക്ക് തിരിച്ചടി കിട്ടും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോ സാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് നിനക്ക് വേണ്ടത്? നീ ആരുടെ ഫോട്ടോ അച്ഛനെ കാണിച്ചു കൊടുക്കണത്? ഓ, നിനക്ക് കാണിച്ചുതരാം എന്ന് പറഞ്ഞ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ സരയുവിനെ കാണിച്ചു കൊടുക്കാട്ടോ. ഏതാടി ഇവൻ? നിന്റെ പുതിയ ഭർത്താവാണോ? ആ, നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂടി. കാരണം ഇനി എന്റെ ഭർത്താവായ കേട്ടിപ്പോ കിടപ്പിലാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ആടുകൾ പോകുന്നുണ്ടോ, ആടുകൾ നടക്കുന്നുണ്ടോ, ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ, അതൊക്കെ അറിയാനായിരിക്കും നിന്റെ ഉദ്ദേശം. നിങ്ങളൊക്കെ ഇപ്പത്തെ തളർച്ചയിലായോണ്ടല്ലേ നിങ്ങൾ ഇത് പാട്ടുപാടി നടക്കാത്ത. അല്ലെങ്കിൽ നീ എന്തൊക്കെ പാട്ടുപാടി ഇപ്പൊ ലോകത്ത് നടന്നാനേ. ഞാൻ വേറൊരുത്തിന്റെ കൂടെ പോയി, വേറൊരുത്തിന്റെ കൂടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നാനേലോ എന്ന് പറഞ്ഞിട്ട് സരു ഇങ്ങനെ നിൽക്കുവാണ്. എടി നിന്റെ സ്വഭാവം അല്ലടി എനിക്ക്. എന്റെ കിരണേട്ടൻ കിടന്നാലും എനിക്ക് കിരണേട്ടൻ തന്നെ മതി. എന്നെ ഈ നിലയിൽ വളർത്തി വലുതാക്കിയത് എന്റെ കിരണേട്ടനാണ്. ഒരു പ്രായം കഴിഞ്ഞപ്പോ എന്നെ വളർത്തിയത് എന്റെ കിരണേട്ടനാണ്. അദ്ദേഹത്തെ മറന്ന് ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഗംഗാപ്രസാദിനെ വിക്രത്തിനും തന്നെയാണ്. ഗംഗാപ്രസാദ് വിക്രത്തോട് പറയണ്ടേ, എടാ വിക്രമേ, നിനക്കറിയാവോ ആ കാർത്തികനും അവളെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞാണ്, സ്വത്തുക്കളൊക്കെ മര്യാദയ്ക്ക് എന്റെ പേരിൽ എഴുതി വെക്ക്, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ. അപ്പൊ അവർക്ക് പറ്റില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ എനിക്ക് അനുഭവിക്കാൻ പറ്റിയതല്ലേടാ, അല്ലാണ്ട് എങ്ങാണ്ടോ നിന്ന് അവൾക്കാണോ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോ വിക്രം പറയണ്ട്, അതെ ആ ലക്ഷ്മി എന്ന് പറഞ്ഞവിടെ അവരുടെ സ്വത്തുക്കൾ, അവരുടെ സ്വത്തുക്കളും ഗംഗേട്ടന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ആ കാർത്തിക ചേച്ചിയുടെ പേരിൽ എഴുതി കൊടുക്കുള്ളൂ. അത് നീ പറഞ്ഞ ശരിയാണ്, അവരുടെ പേരിൽ എഴുതി കൊടുക്കാനാ ചാൻസ്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കില്ല വിക്രം. നിനക്കൊരു കാര്യം അറിയാവോ? നീ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്? അയ്യോ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒന്നും കിടന്നിട്ടില്ല, 1-2 പ്രാവശ്യം. നീ എത്രയും പ്രാവശ്യം കിടന്നിട്ടുള്ളൂ? ഞാൻ ജനിച്ചു വളർന്നത് ജുവനൈൽ ഹോമിലാണ്. പിന്നെ ഒരുപാട് കേസുകളും കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛന് പണവും സ്വത്തുകളും ഉണ്ടായിട്ട് പോലും എന്നെ നല്ലൊരു സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ജുവനൈൽ ഹോമിൽ തന്നെയായിരുന്നു എന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ തന്നെ. അത് മാത്രല്ല, അവളുണ്ടല്ലോ ആ കാർത്തിക, അവൾക്കൊരു 15 വയസ്സുള്ള സമയത്തെ ഞാൻ തോർത്തി നല്ലൊരു കരിങ്കല്ല് കെട്ടി എന്നിട്ട് അവളുടെ തലക്കിട്ട് നല്ലൊരു അടി കൊടുത്തു. അവള് കുറെ വർഷം ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെന്റില്. ഇപ്പോഴും അവള് തലയിലെ പരിക്ക് മാറിയിട്ടില്ല. അവള് വലിയൊരു രോഗത്തിന് അടിമയാണ്. ഓരോരോ നിമിഷം അവള് മരിച്ചോണ്ടിരിക്കുകയാടാ. പക്ഷെ അവള് മരിക്കണ മുമ്പ് ചേട്ടന്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയിട്ട് തീരുവോളം തോന്നണം. അത് നീ പറഞ്ഞ ശരിയാ. പക്ഷെ അവൾ അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കില്ല. അവൾ ഞാൻ തീർത്തിരിക്കും, ഉടനെ തന്നെ തീർത്തിരിക്കും. അവൾ ആയുസ് എടുക്കാതെ മരിക്കും എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാട്ടോ. പിന്നീട് നമ്മുടെ ഗംഗാപ്രസാദ് നേരെ കാർത്തികനെ കാണാൻ വേണ്ടി പോവാണ്. കാർത്തിക വരുന്ന വഴിയില് ബൈക്കും വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാട്ടോ ഗംഗാപ്രസാദ്. അങ്ങനെ കാർത്തിക വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് മതിയായില്ലേടി? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ, സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതി തരാണെങ്കിൽ നിന്നെ, നിന്റെ അമ്മേനെയും നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഞാൻ വെറുതെ വിടാന്ന്. അപ്പൊ നിനക്കൊന്നും പറ്റില്ല. അതെ, അച്ഛൻ മരിക്കണ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനോ? ഏതച്ഛൻ? എടി അത് എന്റെ അച്ഛൻ മാത്രമാണ്, നിന്റെ അച്ഛനല്ല. കേട്ടല്ലോ, എന്റെ അച്ഛന് മാത്രമാണ്. അപ്പൊ എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്വത്തുക്കളൊക്കെ എനിക്കാ തരേണ്ടത്. അയാൾ സ്വത്തുക്കളൊക്കെ നിനക്ക് തരുമെന്ന് അറിഞ്ഞെങ്കിലേ, നിനക്കും നിന്റെ അമ്മക്ക് തരുമെന്ന് അറിഞ്ഞെങ്കിലേ ഞാൻ നേരത്തെ ആളെ പരലോകത്തേക്ക് അയച്ചാനായിരുന്നു. എടാ, നാണില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. സ്വന്തം അച്ഛനെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയണത്? അതേടി, അച്ഛനെ കുറിച്ച് തന്നെയാ പറയണത്. അയാൾ അച്ഛനാണെങ്കിൽ അച്ഛനെ പോലെ ഇരിക്കണം, അല്ലാതെ എന്നെ ജനിച്ചപ്പോ മുതൽ എന്നെ ക്രൂരതകൾ മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാണ്. കാർത്തിക പറയണ്ടേ, നീ എന്തൊക്കെ ചെയ്താലും എന്നെ കൊന്നാലും ഒരു കുഴപ്പമില്ല. ഒരിക്കലും ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ സാധിക്കൂടി. നിന്നെ കൊന്നിട്ടാണെങ്കിലും എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. ഇപ്പൊ നിന്നെ സഹായിക്കണത് ആ കല്യാണി എന്ന് പറഞ്ഞവളല്ലേ. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് അവളാടി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക ആകെ ഞെട്ടുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.